ലഹരി മാഫിയ പിടിമുറുക്കുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. അമിത വേഗതയിലെത്തിയ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കേച്ചേരിയിൽ നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞു. അപകടത്തിനിടയാക്കിയ ജോണീസ് ബസ്സാണ് തടഞ്ഞത്. മനക്കൊടി അയ്യപ്പൻകാവ് ക്ഷേത്രം മുതൽ പുള്ള് പാലം വരെയുള്ള റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഴക്കാലത്ത് റോഡ് വെള്ളത്തിൽ മുങ്ങുന്നത് പതിവായതിനെ തുടർന്നാണ് റോഡ് ഉയരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയത്. വരദരപ്പിള്ളി കുട്ടോലിപ്പാടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. റോഡിനടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളിയതാണ് റോഡ് തകരാൻ കാരണം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. RPFന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ N കേശവദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഒറ്റപ്പാലം സ്റ്റേഷൻ കഴിഞ്ഞ സമയത്ത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗ് സൂക്ഷിച്ചിരുന്ന 3 കിലോ 900 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PA ഹരിദാസ്, CA സുരേഷ്, പ്രിവന്റീവ് ഓഫീസർ CM സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ്, അർജുൻ, അബൂബക്കർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 14 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോ കഞ്ചാവും ഒല്ലൂരിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 6 കിലോ കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഓണക്കാല ലഹരിക്കടത്ത് തടയാൻ കടലും അഴിമുഖവും കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധന നടത്തി. വാടാനപ്പള്ളി, ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ്, ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ്, മോനിക്കക്കടവ് തീരദേശ പോലീസ് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് തീരദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നായിരുന്നു പരിശോധന. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിലുള്ള മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു. അമിത വേഗതയിലെത്തിയ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞു. കേച്ചേരി മണലി സ്വദേശി രായ്മരയ്ക്കാർ വീട്ടിൽ ഷമീമിന്റെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് ശനിയാഴ്ച ജോണീസ് ബസ്സിടിച്ച് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞു. ഏറെ നേരം ബസ് തടഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി 14ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. അഫ്താബിന്റെ മരണത്തിനിടയാക്കിയ ജോണീസ് ബസ്സിലെ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക, തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. CC ശ്രീകുമാർ, ധനീഷ് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. മനക്കൊടി പുള്ള് റോഡിൽ മനക്കൊടി അയ്യപ്പൻകാവ് ക്ഷേത്രം മുതൽ മനക്കൊടി പുള്ള് പാലം വരെയുള്ള ഭാഗം ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഴക്കാലത്ത് 1 മാസത്തോളം വെള്ളത്തിൽ മുങ്ങുന്ന റോഡിൽ ഗതാഗത നിരോധനം പതിവാകുന്ന സാഹചര്യത്തിലാണ് റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. റോഡിന്റെ ഒരു വശം KLDC മെയിൻ ചാലും മറുവശം വാരിയംപടവ് പാടശേഖരവുമാണ്. മഴക്കാലം ശക്തമാകുന്നതോടെ പാടശേഖരം നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറുന്നതിനാൽ ഗതാഗതം നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. 750 മീറ്ററോളം നീളത്തിൽ റോഡ് 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിച്ചാൽ വെള്ളം കയറിയുള്ള ഗതാഗത സ്തംഭനം ഒഴിവാക്കാനാകും. നിലവിൽ മെയിൻ ചാലിന്റെ ബണ്ട് റോഡിനേക്കാൾ 1 മീറ്ററോളം ഉയർന്നാണ് നിൽക്കുന്നത്. 1-ാം മേഖലയിലുള്ള പാടശേഖരങ്ങൾ കൃഷിയൊരുക്കത്തിന് വെള്ളം വറ്റിക്കാനായി മെയിൻ ചാലിലേക്ക് പമ്പിംഗ് നടത്തുമ്പോൾ ചാലിൽ വെള്ളം നിറഞ്ഞ് റോഡിലൂടെ ചോർന്നൊഴുകി വാരിയം പാടശേഖരം നിറഞ്ഞ് അനിശ്ചിതത്വത്തിലാവുന്ന സ്ഥിതിയുമുണ്ട്. 4 മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം കയറും. ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കർഷകർ. പക്ഷേ ഈ റോഡൊന്ന് ഉയർത്തി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യക്ഷമമായിട്ട് ഇരിപ്പൂ കൃഷി നടത്തി നല്ല രീതിയിൽ വിളവെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കർഷകർക്ക് ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ചിന്ത. ഇപ്പോൾ ഈ മഴ പെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഈ റോഡ് ഇങ്ങനെ ഒന്ന് ഉയർന്ന് കാണുന്നത്. അതുവരെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നൊരവസ്ഥയാണ്. എത്രയും വേഗം ഇതിനൊരു അടിയന്തര പ്രധാനം കൊടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന നടപടികൾ വേഗത്തിലെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2 മാസത്തോളം വൈകിയാണ് ഈ പടവിൽ കൃഷി ഇറക്കാൻ കഴിയുന്നത്. ഇത് വിളവിനെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിലുള്ള ഈ റോഡ് എത്രയും വേഗം ഉയരം കൂട്ടി പുനർനിർമ്മിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. TCV ന്യൂസ്, തൃശൂർ.
വരന്തരപ്പിള്ളി കുട്ടോലിപ്പാടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. കുട്ടോലിപ്പാടത്തെ പാലത്തിന് സമീപം വരന്തരപ്പിള്ളി പാലപ്പിള്ളി റോഡിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. റോഡിനടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളിയതാണ് റോഡ് തകരാൻ കാരണം. മണ്ണ് ഒലിച്ചുപോയതോടെ ടാർ ചെയ്ത ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്കൂൾ ബസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് റോഡ് ഇടിഞ്ഞത്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡ് കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ആഴ്ചകളായി പൈപ്പ് പൊട്ടിക്കിടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചു. ഗർത്തം രൂപപ്പെട്ട ഭാഗം നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി മറച്ചുവെച്ചിരിക്കുകയാണ്. ഇവിടേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മാള വടക്കേ പൂപ്പത്തി മണപ്പുറത്ത് രാധാകൃഷ്ണന്റെ മകൻ 19 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. മാള ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 31-ന് രാത്രി കോട്ടമുറി മാള പള്ളിപ്പുഴം റോഡിൽ സുഹൃത്തിന്റെ ബൈക്കിൽ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴായിരുന്നു അപകടം. മറ്റൊരു ബൈക്ക് പുറകിലിടിച്ചതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി റോഡരികിലെ വൈദ്യുതി തൂണിലിടിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് മണൽവാരൽ വിപണന സഹകരണ സംഘത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഡയറക്ടർമാരിൽ നിന്ന് 29,68,316 രൂപ ഈടാക്കാൻ ഉത്തരവ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സഹകരണ സംഘം സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ പിരിച്ചുവിടുകയും വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ തുടർ അന്വേഷണത്തിനൊടുവിലാണ് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പണം ഈടാക്കാൻ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടത്. മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ NCP സംസ്ഥാന സെക്രട്ടറിയുമായ വേണു വെണ്ണറ, കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PV രമണൻ, VS സിദ്ധാർത്ഥൻ എന്നിവർ 5,83,183 രൂപയും മറ്റ് ഡയറക്ടർമാരായ രേണുക പ്രദീപ്, സുചിത്രമോൾ, OP സതീശൻ, ഫെമിന ഷെഫീഖ്, PR ഗോപാലൻ, PK നിസാർ എന്നിവർ 9,089 രൂപ വീതവും സർക്കാരിലേക്ക് അടയ്ക്കണമെന്നാണ് സഹകരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹിയറിംഗ് ഈ മാസം 24-ന് നടക്കും. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന താലൂക്ക് മണൽവാരൽ വിപണന സഹകരണ സംഘത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആരോപണമുയർന്നിരുന്നു. ഇതേ തുടർന്ന് OP സതീശൻ, ഫെമിന ഷെഫീഖ്, PR ഗോപാലൻ, PK നിസാർ എന്നീ ഭരണസമിതി അംഗങ്ങൾ സ്ഥാനം രാജിവെച്ചിരുന്നു. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വിവാദ പരാമർശം തികച്ചും വസ്തുതാവിരുദ്ധമെന്ന് രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ. UGC അംഗീകരിച്ച പ്രകാരം മറ്റെല്ലാ സർവകലാശാലകളിലും രജിസ്ട്രാർ വാങ്ങുന്ന പണം മാത്രമാണ് താൻ കൈപ്പറ്റുന്നതെന്ന് രജിസ്ട്രാർ പറഞ്ഞു. മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് 3 മാസങ്ങളിലായി അനധികൃതമായി 30,000 രൂപ കൈപ്പറ്റിയത് സർക്കാർ ഓഡിറ്റിൽ വ്യക്തമായിരുന്നു. ഇത് തിരിച്ചടയ്ക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപ്രകാശ് നൽകിയ കത്തും സർക്കാർ നിരാകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന നിലപാടുമായി കലാമണ്ഡലം മുന്നോട്ട് വന്നതെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി. നിബന്ധനകളനുസരിച്ച് UGC റെഗുലേഷനിൽ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ആളായിരിക്കണം, ആളാണ്. 15 വർഷം എങ്കിലും സർവീസുള്ള ഗവൺമെൻറ് എയ്ഡഡ് യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് രജിസ്ട്രാർ ആവാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള സ്കെയിൽ ആയിരുന്നില്ല കലാമണ്ഡലത്തിൻ്റെ ഈ സ്പെഷ്യൽ റൂൾ അല്ലെങ്കിൽ ബൈലോയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കലാമണ്ഡലത്തിൽ ആദ്യത്തെ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ ഗ്രാമപ്രകാശ് മുതൽ ഞാൻ വരെയുള്ള 5 രജിസ്ട്രാർമാരും UGC നിരക്കുള്ള ശമ്പളമാണ് വാങ്ങിയിരുന്നത്. അതിനെല്ലാം സർക്കാർ അനുമതിയും നൽകിയിട്ടുണ്ട്. നിലവിലുള്ള രജിസ്ട്രാറുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് പരാമർശമുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അതിനെ ഈ ശമ്പളം UGC സ്കെയിലുള്ള ശമ്പളം അനുവദിച്ചുകൊണ്ട് സർക്കാർ കഴിഞ്ഞ ദിവസം കത്തയച്ചിട്ടുണ്ട്. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കുളിമുട്ടം ഭജനമഠം സ്വദേശി കുരാപ്പുറത്ത് വീട്ടിൽ അഖിലിനെയാണ് SHO MK ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ചയാണ് ഭജനമഠം സ്വദേശി ഇളയരാം പുരയ്ക്കൽ പ്രദീപിനെ അഖിലും മറ്റൊരാളും ചേർന്ന് വീട്ടിൽ കയറി ആക്രമിച്ചത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.
ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും സ്പിക് മക്കയും ചേർന്ന് കർണാട്ടിക് മാൻഡോലിൻ സോദാഹരണ അവതരണം സംഘടിപ്പിച്ചു. മാൻഡോലിൻ കലാകാരി വിദുഷി യു നാഗമണി നേതൃത്വം നൽകിയ പരിപാടിയിൽ KMS മണി മൃദംഗവും Dr. K. മുരളി ഘടവും അവതരിപ്പിച്ചു. ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, സ്പിക് മക് കോർഡിനേറ്റർ ഉണ്ണി വാര്യർ, ഡോക്ടർ അനുഷ മാത്യു, വിദ്യാർത്ഥികളായ ലാനിയ, ശ്രീഹരി എന്നിവർ സംസാരിച്ചു. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ചാവക്കാട് ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. KM റിയാസ്, സബാഹ് താഴത്ത്, PA അഷ്കർ അലി, ഹാഷിം മാലിക് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പാലിയക്കരയിൽ KSRTC ബസ് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സ്കൂട്ടറിലും ഡിവൈഡറിലും ഇടിച്ചുമറിഞ്ഞു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ കിരൺ, ആദിത്യൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലിയക്കര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസിന്റെ പുറകുവശം പിക്കപ്പിൽ ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ് നിർത്താതെ പോയി. കോടശ്ശേരി പഞ്ചായത്തിലെ ട്രാംവേ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. ചട്ടിക്കുളത്തു നിന്നും തുടങ്ങി ചൌക്ക വരെ നീളുന്ന ട്രാംവേ റോഡിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും തകർന്ന നിലയിലാണ്. നായരങ്ങാടി, താഴൂർ എന്നിവിടങ്ങളിലാണ് തകർച്ച രൂക്ഷം. ഇവിടെ വാഹനഗതാഗതം വെല്ലുവിളിയാണ്. ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും റോഡിലെ കുഴികളിൽ വീണ് അപകടം പതിവാണ്. മഴക്കാലമായതിനാൽ കുഴികളിൽ നിറയെ ചളിവെള്ളവുമാണ്. പ്രശ്നം പരിഹരിക്കാൻ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി നിസ്സംഗത പുലർത്തുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന റോഡായതിനാൽ തങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ വാദം. പല സംഘടനകളും റോഡിലെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന ചട്ടിക്കുളത്ത് 600 മീറ്റർ നീളത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നു. പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ തനത് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. എന്നാൽ റോഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഇപ്പോഴും തകർന്നു കിടക്കുകയാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഭരണാധികാരികൾ കൈമലർത്തുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൌൺ സഹകരണ സംഘത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, DCC സെക്രട്ടറി TM ചന്ദ്രൻ, UDF കൺവീനർ സോമൻ മൂത്രത്തിക്കര, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാർക്ക് UDID കാർഡ് നൽകുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്ന് മുരളി പെരുന്നലി MLA. സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ഭിന്നശേഷിക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട രേഖയാണ് UDID കാർഡ്. ഈ മാസം 20-ന് മുൻപ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭിന്നശേഷിക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക യോഗം ചേരും. NSS വോളണ്ടിയർമാരുടെ സഹായത്തോടെ ഭിന്നശേഷിക്കാർക്കായുള്ള സർവേയും നടത്തും. സർവേ പൂർത്തിയാക്കി പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കാർഡ് നൽകാനാണ് തീരുമാനം. മുരളി പെരുന്നലി MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, ലതി വേണുഗോപാൽ, മറ്റ് ജനപ്രതിനിധികളായ കൊച്ചപ്പൻ വടക്കൻ, MM റജീന, ആൻസി വില്യംസ്, ശാന്തി ഭാസി, സാമൂഹിക സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KP സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. അടാട്ട് ആമ്പലങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഭക്തിസാന്ദ്രമായി. ചെർപ്പുളശ്ശേരി ശിവൻ, കലാമണ്ഡലം കുട്ടിനാരായണൻ, ചോറ്റാനിക്കര വിജയൻ മാരാർ എന്നിവർ നയിച്ച പഞ്ചവാദ്യം നടന്നു. ശിവവിഷ്ണു ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ഭഗവതിക്ക് ആറാട്ട്, തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് വടക്കേടത്ത് പെരുമ്പടത്ത് ഹരിനമ്പൂതിരി നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി കാപ്പിൽ മഠം സുരേഷ് എമ്പ്രാന്തിരി, കോമരം ശ്രീരാ കരുമത്തിൽ, കഴകം തിരുവാണത്ത് ദാമോദര വാര്യർ, ആമ്പലങ്കാവ് ദേവസ്വം സേവാസംഘം പ്രസിഡന്റ് T രാഘവൻ, സെക്രട്ടറി അഭിലാഷ് തട്ടാറംപിള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സീനിയർ
സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ 19ാമത് തൃശൂർ ജില്ലാ കൺവെൻഷൻ NGO യൂണിയൻ ഹാളിൽ നടന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP റപ്പായി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലി അക്ബർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ, സംസ്ഥാന ട്രഷറർ കാട്ടാക്കട രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി EC പത്മരാജൻ, ട്രഷറർ PJ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാതല ഓണം വിപണന മേളയ്ക്ക് കളക്ട്രേറ്റിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ K രാധാകൃഷ്ണൻ, A സിജുകുമാർ, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ശോഭു നാരായണൻ, വിജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 13 വരെ ഓണം വിപണന മേള തുടരും. കൊമ്പൻ കുറുപ്പത്ത് ശിവശങ്കരൻ ചെരിഞ്ഞു. 54 വയസ്സുള്ള കൊമ്പൻ കേച്ചേരിയിലെ കെട്ടുംതറയിൽ ഞായറാഴ്ച രാത്രി കുഴഞ്ഞു വീഴുകയായിരുന്നു. പുത്തൻകുളം ലക്ഷ്മണൻ എന്ന ആനയാണ് പിന്നീട് കുറുപ്പത്ത് ശിവശങ്കരനായത്. എഴുന്നള്ളിപ്പുകളിലെ തലയെടുപ്പുള്ള ആനകളിൽ ഒന്നായിരുന്നു കുറുപ്പത്ത് ശിവശങ്കർ. ലയൺസ് ക്ലബ് 318ന്റെ റീജിയണൽ 11 ലെവൽ പൂക്കള മത്സരത്തിൽ ലയൺസ് ക്ലബ് ഓഫ് തൃശൂർ കിങ്സ് 1ാം സ്ഥാനം നേടി. ലയൺസ് ക്ലബ് ഓഫ് തൃശൂർ കിങ്സിന്റെ ഭാരവാഹികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പൂക്കള മത്സരത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, സെക്രട്ടറി ജ്യോതിസ്, ട്രഷറർ ഷാജി, റീജിയണൽ ചെയർപേഴ്സൺ സുമേഷ്, സോണൽ ചെയർപേഴ്സൺ ശ്രീകുമാർ കളരിക്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർ EB വിജയൻ, ഫിലിം ഡയറക്ടർ ലയൺ ജീവൻ MV, ലയൺ സന്തോഷ് കുമാർ, ലയൺ ബാബു, ലയൺ ബൈജു, ലയൺ നാസർ, ലയൺ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 100ഓളം നിർധന കുടുംബങ്ങളിലെ രോഗികൾക്കും വിധവകൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ടോംസ സൈമൺ വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ഫാദർ നിബിൻ തളിയത്ത്, സിസ്റ്റർ ലീന പോൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികളുടെ ബോണസ് നിശ്ചയിക്കുന്നതിനു വേണ്ടി എറണാകുളം ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ MV ഷീല വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ച വീണ്ടും പരാജയപ്പെട്ടതോടെ ഈ മാസം 25 മുതൽ പണിമുടക്ക് സമരം നടത്താൻ തൊഴിലാളി യൂണിയനുകൾ തീരുമാനിച്ചു. ഇത്തവണ 15% ബോണസേ നൽകാനാവൂ എന്ന തീരുമാനത്തിലാണ് ഓട്ടുകമ്പനി ഉടമകൾ. തൊഴിലാളികളുടെ ബോണസ് നിരന്തരം വെട്ടിക്കുറയ്ക്കാനുള്ള ഉടമകളുടെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും കഴിഞ്ഞ വർഷം തീരുമാനിച്ച 16.5% ബോണസ് തൊഴിലാളികൾക്ക് നൽകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ തർക്കം ലേബർ കമ്മീഷണർക്ക് വിടുമെന്ന് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ അറിയിച്ചു. വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ചിറ്റ്ലിപ്പിള്ളി IAS പബ്ലിക് സ്കൂളിൽ ഒക്ടോബറിൽ നടക്കുന്ന തൃശൂർ സഹോദയ CBSE കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് TN ശ്രാവണ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ IAS പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ഹരിമോഹൻ, തൃശൂർ സഹോദയ പേട്രൺ ദിനേശ് ബാബു, ജനറൽ സെക്രട്ടറി IT മുഹമ്മദ് അലി, പ്രസിഡന്റ് MK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 24, 25, 26 തീയതികളിലായി 27ഓളം വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. 94 സ്കൂളുകളിൽ നിന്നായി 7000ഓളം വിദ്യാർത്ഥികൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കും. ലയൺസ് ക്ലബ് 318Dയുടെ ക്ലോത്ത് ബാങ്ക് പദ്ധതി റീജിയണൽ 6 സോൺ സംഘടിപ്പിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. വിവിധ ലയൺസ് ക്ലബ്ബുകളിൽ നിന്ന് ലഭിച്ച വസ്ത്രങ്ങൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ മാരമ്പത്ത് ഏറ്റുവാങ്ങി. യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ വയോധികനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആമണ്ടൂർ സ്വദേശി വലിയകത്ത് അമ്പലക്കുളത്ത് വീട്ടിൽ സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി വാണിജ്യം. മിഖായൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേച്ചേരി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം സ്വാസിക വിജയ് ഉദ്ഘാടനം ചെയ്തു. ആശീർവാദ കർമ്മം വയലത്തൂർ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ
ഫാദർ ബിജു ഇടയലക്കുടിയിൽ എന്നിവർ നിർവഹിച്ചു. മിഖായൽ ഗ്രൂപ്പ് ഫൗണ്ടർമാരായ ജോസ് മിഖായൽ, റോസി ജോസ് എന്നിവർ ദീപം കൊളുത്തി. ഡയമണ്ട് സെക്ഷൻ ഉദ്ഘാടനം ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ നിർവഹിച്ചു. മിഖായൽ ഗ്രൂപ്പ് ചെയർമാൻ ബാബു ജോസ് അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, വാർഡംഗം VC സജിത്, വ്യാപാരി വ്യവസായി കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് PK ജെയിംസ്, ഗ്രൂപ്പ് ഡയറക്ടർമാരായ ലിസി ബാബു, എഡ്വിൻ, ഗോഡ്വിൻ റോയ് പാലത്തിങ്കൽ, TA ബാബു, ലിയോ ടോണി, ബാലൻ, ഷെറോൺ ആലപ്പാട്, ടെൽമ ബേബി, PD ജോസ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സന്നിഹിതരാകുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 2 വ്യക്തികൾക്കുള്ള ഡയമണ്ട് റിങ്ങുകൾ പാവറട്ടി സ്വദേശി ഷീജ പോൾ, കേച്ചേരി സ്വദേശി അഭിത് എന്നിവർ സ്വന്തമാക്കി. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 2 പേർക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകി. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിപുലമായ ശേഖരവുമായി സാധാരണക്കാരുടെ ഹോൾസെയിൽ ജ്വല്ലറിയായ മിഖായൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് പാവറട്ടിയിലും ഷോറൂമുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53280 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3153 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. അമിത വേഗതയിലെത്തിയ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കേച്ചേരിയിൽ നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞു. അപകടത്തിനിടയാക്കിയ ജോണീസ് ബസ്സാണ് തടഞ്ഞത്. മനക്കൊടി അയ്യപ്പൻകാവ് ക്ഷേത്രം മുതൽ പുള്ളുപാലം വരെയുള്ള റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഴക്കാലത്ത് റോഡ് വെള്ളത്തിൽ മുങ്ങുന്നത് പതിവായതിനെ തുടർന്നാണ് റോഡ് ഉയരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയത്. വരന്തരപ്പിള്ളി കുട്ടോലിപ്പാടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. റോഡിനടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളിയതാണ് റോഡ് തകരാൻ കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.